ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ മരിച്ചിട്ടില്ല. അമ്മ എന്താ പറഞ്ഞത്? അവള് മരിച്ചില്ലേ? അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്റെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുന്നത് അവന് സഹിക്കില്ലെന്ന്? അങ്ങനെയുള്ള അവൻ നീ ഇനി ഇല്ലാതൊരു തോന്നൽ വന്ന സഹിക്കുവോ? അമ്മ വിഷമിക്കണ്ട, അവന് ഒന്നും സംഭവിക്കില്ല. അമ്മ എത്രയോ കാലങ്ങളായാലും ശാപം കളരിക്കൽ തറവാടിന്റെ മുകളിൽ നിന്ന് മാറി. അപ്പൊ പിന്നെ നവീന്റെ ദൈവങ്ങളെ പരീക്ഷിക്കോ? ഇല്ല, നവീന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. അതുകൂടെ കാണാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മ. എന്റെ നവീന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. മമ്മി, മമ്മി എന്താ ഒന്നും പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാതിരുന്നത്? ഞാൻ ചോദിച്ചതല്ലേ പൂജക്കിടയില് അവള് മരിച്ചു പോയാലോ എന്ന്. അപ്പൊ മമ്മി ഇത് വിശ്വസിച്ചില്ലല്ലോ. അവൾക്ക് നാഗപ്രീതിയുണ്ട്, നാഗദൈവങ്ങൾ അവളെ തൊടില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവളുടെ മരണം എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ നവീന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത്? നടന്നതൊക്കെ പറഞ്ഞ നമ്മൾ ചീറ്റ് ചെയ്തു എന്ന് അവർ കരുതും. പറ മമ്മി, വാട്ട്സ് യുവർ പ്ലാൻ? സിനി ചേച്ചി, ഈ വിഷം എഫക്ട് ചെയ്ത് മരിച്ച ബോഡി മൊത്തം ഒരു ബ്ലൂയിഷ് ടോണാവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയോ അവള്? എന്താ നിങ്ങളാരും ഒന്നും പറയാത്തത്? കൃഷ്ണ മരിച്ചിട്ടില്ല. അമ്മ എന്താ പറഞ്ഞത്? അവള് മരിച്ചില്ലേ? നാഗം വരുന്നതും അവളെ കൊത്തുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? കണ്ടത് സത്യമാണ്. പക്ഷേ നാഗദേവതകൾ കരുണ കാണിച്ചു, അവളുടെ ജീവൻ തിരിച്ചു കൊടുത്തു. ഒരു കണക്കിന് നോക്കുമ്പോ അത് നന്നായി. അവള് ചത്തിരുന്നെങ്കിൽ എല്ലാവരും അതിന്റെ പേരില് കുറച്ചു നാളിങ്ങനെ വിഷമിച്ചിരിക്കും. നടന്നതൊക്കെ അവരോട് പറയാൻ മമ്മി ഒരുപാട് ബുദ്ധിമുട്ടും. അത് കൊഴിഞ്ഞു മാറിയത് എന്തായാലും നന്നായി. എന്നാലും അവളെ സമ്മതിക്കണം. ആയുസിന് നല്ല ബലമാണ് അല്ലേ മമ്മി? മോളെ, സംഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും പേടിപ്പെടുത്തുന്ന ഓർമ്മയായിട്ട് നിൽക്കുക. ഈ സമയത്തെങ്കിലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഓ, മമ്മിക്ക് അവളുടെ അടുത്ത് ചെറിയൊരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ഞാനതൊക്കെ മറന്നുപോയി. ഓക്കെ, അവള് മരിക്കാത്ത നിലയ്ക്ക് മമ്മിക്ക് ഇനിയൊരു ടെൻഷൻ വേണ്ടല്ലോ. ശാപം കഴിഞ്ഞു, അവളെ കൊണ്ടുള്ള ശല്യവും തീർന്നു.
മമ്മി എത്രയും പെട്ടെന്ന് അവളൊന്ന് വിളിക്ക. കളരിക്കലേന്ന് പോവാൻ പറ. ഞാനങ്ങോട്ട് പോവാൻ റെഡി ആവട്ടെ. ആൻഡ് താങ്ക് യു മമ്മി. താങ്ക് യു ഫോർ എവറിത്തിങ്. മാം, മറ്റുള്ളവരോട് ഒരല്പം പോലും കാരുണ്യമില്ലാത്തവളായി പോയല്ലോ എന്റെ മോള്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നടക്കുന്ന വഴിയെല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് ഞാൻ അവളോട് പറഞ്ഞുപോയി. അവക്കിപ്പോ അതിൽ നിന്ന് മാറാനേ പറ്റുന്നില്ല. കൃഷ്ണ രക്ഷപ്പെട്ടത് നന്നായി മാം. ഇല്ലെങ്കിൽ മാമിന് ഒരിക്കലും സന്തോഷം തിരിച്ചു കിട്ടില്ലായിരുന്നു. നവീൻ, 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 നവീൻ ഒന്ന് കണ്ണു തുറക്ക്. കഥ എന്റെ കാതൽ കഥ എന്റെ കാതൽ എന്റെ കാതിന് വിട്ടുപോയി. നവീൻ, നവീൻ കണ്ണു തുറക്ക്. കഥ 1-2 മണിക്കൂർ കഴിയുമ്പോ കണ്ണു തുറക്കാൻ സാധ്യതയുണ്ട്. മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടാവണം. ശരി ഡോക്ടർ. മാം, വിളിച്ചിരുന്നു അവരെ? ഇല്ല, വിളിക്കണം. മമ്മി, 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 ഐ ആം റെഡി.